ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ ഷെയ്ക്കാണ്. ഈ പപ്പായയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടും വളരെ നമ്മൾ ഈ ചൂടിനൊക്കെ പപ്പായ ഷെയ്ക്ക് കുടിക്കുക ശരീരത്തിനൊക്കെ നല്ല തണുപ്പും കുളിർമയൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. അത് ഉപയോഗിച്ച് വെറുതെ കാക്കയൊക്കെ കുത്തിക്കളയാതെ നമുക്കത് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അങ്ങനെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പപ്പായ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള പപ്പായയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായ പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കണം. പിന്നെ ഞാനിവിടെ അര ലിറ്റർ പാല് തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഫ്രീസ് ചെയ്തെടുത്ത് അര ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വനില ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു 2 സ്കൂപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ എടുക്കുന്നത് വനിലയുടെ എസൻസ് ആണ്. ഈ വനില എസൻസ് നമ്മളൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഷെയ്ക്കിന്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പപ്പായ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ പപ്പായ മുഴുവനായി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം. പപ്പായ മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബദാം കൂടെ ചേർക്കുകയാണ്. പിന്നെ 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് വനിലയുടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായ പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. മധുരം കുറച്ച് മതിയെങ്കിൽ മധുരം കുറച്ച് ചേർത്താം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വനിലയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പാല് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. എടുത്തു വെച്ചിരുന്ന കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും ഇരിക്കുന്ന പാല് ചേർത്ത് നമുക്ക് വീണ്ടും അടിക്കാം. അല്ലെങ്കിൽ ഈ പപ്പായയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ട് കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. പപ്പായയും ബദാമും ഐസ്ക്രീമും പഞ്ചസാരയും വനില എസൻസ് എല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ഇട്ട് പാലൊഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആവശ്യത്തിനുള്ള പാല് ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ബാലൻസ് പാലും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം കൂടെ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഷെയ്ക്ക് ആയതുകൊണ്ട് ഒത്തിരി ലൂസാകണമെന്നില്ല, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം, സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. പപ്പായ ഷെയ്ക്കിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പപ്പായ ഒട്ടും തന്നെ വിഷമില്ലാത്ത നമ്മുടെ വീടുകളിലൊക്കെ പിടിക്കുന്ന പപ്പായ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പപ്പായ പീസുകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ ഷേക്ക് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ്.